കട്ടിക്കടലാസ് കൊണ്ട് ഇതുപോലെ ഒരു കുഴലുണ്ടാക്കണം. 3 ചതുരങ്ങൾ മുറിച്ചൊട്ടിച്ചുണ്ടാക്കാം. ഒറ്റച്ചതുരം മടക്കി ഒട്ടിച്ചും ഉണ്ടാക്കാം. ഇതുണ്ടാക്കാൻ എത്ര ചതുരശ്ര സെന്റിമീറ്റർ കടലാസ് വേണം? അതിന് ഈ ചതുരത്തിന്റെ പരപ്പളവ് കണ്ടാൽ മതിയല്ലോ. ഇതിന്റെ നീളം 4+5+6 അഥവാ 15 സെന്റിമീറ്റർ ആണ്. ഉയരം 8 സെന്റിമീറ്ററും. അതിനാൽ ഈ ചതുരത്തിന്റെ പരപ്പളവ് 15 × 8 അഥവാ 120 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ഇത് ത്രികോണസ്തംഭത്തിന്റെ പാർശ്വമുഖങ്ങളുടെ എല്ലാം പരപ്പളവുകളുടെ തുകയല്ലേ? പൊതുവെ ഒരു സ്തംഭത്തിന്റെ പാർശ്വമുഖങ്ങളുടെ പരപ്പളവുകളുടെ തുകയെ അതിന്റെ പാർശ്വതല പരപ്പളവ് എന്നാണ് പറയുന്നത്. ഈ ത്രികോണസ്തംഭത്തിന്റെ പാർശ്വതല പരപ്പളവ് കാണാൻ 15നെ 8 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്തത്. 15 സ്തംഭത്തിന്റെ പാദമായ ത്രികോണത്തിന്റെ ചുറ്റളവും 8 സ്തംഭത്തിന്റെ ഉയരവുമാണ്. അതായത് ഈ സ്തംഭത്തിന്റെ പാർശ്വതല പരപ്പളവ് പാദചുറ്റളവിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലമാണ്. ഇതുപോലെ ഏത് ത്രികോണത്തിന്റെയും പാർശ്വതല പരപ്പളവ് പാദചുറ്റളവിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലമാണെന്ന് കാണാം. പാദം ത്രികോണത്തിന് പകരം ഒരു ചതുർഭുജമായാലോ? ഈ ചതുർഭുജ സ്തംഭത്തിന്റെ പാർശ്വതല പരപ്പളവ് നിവർത്തി വെച്ചാൽ കിട്ടുന്ന ചതുരത്തിന്റെ പരപ്പളവ് തന്നെയല്ലേ? ഈ ചതുരത്തിന്റെ നീളം a+b+c+d ഉയരം h-മാണ്. അതിനാൽ ഇതിന്റെ പരപ്പളവ് a+b+c+d ഗുണിക്കണം h ആണ്. a+b+c+d എന്നത് ചതുരസ്തംഭത്തിന്റെ പാദചുറ്റളവും h അതിന്റെ ഉയരവുമാണ്. അതായത് ചതുരസ്തംഭത്തിന്റെ പാർശ്വതല വിസ്തീർണം അതിന്റെ പാദചുറ്റളവ് ഗുണിക്കണം ഉയരമാണ്. പൊതുവായി പറഞ്ഞാൽ ഏത് ബഹുഭുജ സ്തംഭത്തിന്റെയും പാർശ്വതല പരപ്പളവ് അതിന്റെ പാദചുറ്റളവിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലമാണ്.